ഒരു അടിപൊളി വറുത്തരച്ച ചിക്കൻ കറി ആയാലോ? നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വറുത്തരച്ച ചിക്കൻ കറി വെക്കാം. 1.5 കിലോ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്ത് കുഴച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. 3 സവാള നീളത്തിലും ചെറുതായും അരിഞ്ഞത്, 1 കുടം വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, മല്ലിയില, ഗരം മസാല ഉണ്ടാക്കാനുള്ള സ്പൈസസ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ. എരിവിനനുസരിച്ച് മുളക് പൊടിയും പച്ചമുളകും ചേർക്കാം. ഇവിടെ എരിവ് കുറച്ച് മതി. 2 സവാള നീളത്തിലരിഞ്ഞ് വറുത്തെടുത്തത്, 1 തേങ്ങ വറുത്തത്. വറുത്ത സ്പൈസസ് തണുത്ത് കഴിയുമ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന 1/4 തേങ്ങ ചേർത്ത് അരച്ച് മാറ്റി വെക്കുക. സവാള വറുത്ത എണ്ണയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. സവാളയുടെ കളർ മാറുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കളർ മാറി തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ആഡ് ചെയ്ത് ഒരു 2 മിനിറ്റത്തേക്ക് ഇളക്കാം. ഇനി ഇതിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കറിവേപ്പിലയും അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടും ഗ്രേവിക്ക് ആവശ്യമായ ചൂടുവെള്ളവും ചേർത്ത് കൊടുക്കാം. ഓരോരുത്തർക്കും എന്തോരെയാണ് ഗ്രേവി വേണ്ടത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു 20 മിനിറ്റ് മൂടി വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കാൻ മറക്കണ്ട. നന്നായി തിളച്ച ശേഷം ലോ ഫ്ലെയിമിലിടാം. ഇപ്പോൾ ചിക്കൻ വെച്ചിട്ട് 20 മിനിറ്റായി. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് 5 മിനിറ്റ് മൂടി വെക്കാം. ചിക്കൻ ഉടഞ്ഞു പോകാതെ പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് 2 മിനിറ്റ് മൂടി വെക്കാം. 2 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മുടെ വറുത്തരച്ച് ചിക്കൻ കറി റെഡി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.